പ്രിയ സ്നേഹിതരെ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് സാഹചര്യങ്ങളെ കൊന്നു മാറിക്കിട്ടിയാൽ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന്. മാറ്റം നല്ലതൊക്കെ തന്നെയാണ്. ചില സാഹചര്യങ്ങളിൽ തുടരുന്നതിനേക്കാൾ മാറ്റമായിരിക്കും അഭികാമ്യം. എന്നാൽ എല്ലാ മാറ്റവും ശുഭകരമായി പര്യവസാനിക്കണമെന്നില്ല. ചേഞ്ച് ഡസ് നോട്ട് ഓൾവേസ് ഇംപ്രൂവ് അവർ ലൈഫ്സ്. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് അബ്രഹാം തൻ്റെ ദേശവും ബന്ധുക്കളെയും പുതുഭവനവും വിട്ട് കാനാൻ ദേശത്തെത്തിയപ്പോൾ അവൻ അവിടെ കണ്ടത് ക്ഷാമകാലമാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. വാഗ്ദത്ത ഭൂമിയിലും ക്ഷാമമുണ്ടാകുന്നുവെന്ന്. ദെർ ഈസ് എ ഫാമിൻ ഇൻ ദ പ്രോമിസ്ഡ് ലാൻഡ്. ചില നേരങ്ങളിൽ നമുക്കും ഇത് സംഭവിച്ചേക്കാം. ചുറ്റുപാടുകളും അടുത്തതുകൊണ്ട് പഴയ വീട് വിറ്റ് പുതിയ സ്ഥലത്ത് പുതിയ വീട് പണിയുന്നു. അവിടെ കാര്യങ്ങൾ മെച്ചപ്പെടണമെന്നില്ല. പഴയ ഇടവക മാറി പുതിയൊരു ഇടവകയിലെ അംഗമായി വരുമ്പോഴും സാഹചര്യം നല്ലതാകണമെന്നില്ല. ഒരു ധ്യാനകേന്ദ്രം ഉപേക്ഷിച്ച് മറ്റൊരു പ്രാർത്ഥനാന്തരീക്ഷത്തിലേക്ക് നാം പോകുന്നു. അതും ആശ്വാസപ്രദം ആകണമെന്നില്ല. മോശം കൂട്ടുകെട്ടിൽ നിന്നും ഒരു കുഞ്ഞിനെ ഒഴിവാക്കുവാൻ അവൻ്റെ ടീസ് വാങ്ങി പുതിയൊരു പഠന കേന്ദ്രത്തിൽ കൊണ്ടുപോയാലും പ്രതീക്ഷിക്കുന്നത് പോലെ ഫലപ്രദമാകണമെന്നില്ല. ബോസ് മോശമായി പെരുമാറുന്നു, ജോലിയിൽ സമ്മർദ്ദം, ഒടുവിൽ റിസൈൻ ചെയ്ത് മറ്റൊരു ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അവിടെയും കാര്യങ്ങൾ മെച്ചപ്പെടണമെന്നില്ല. ഒരുപാട് പ്രതീക്ഷയോടെ തിരഞ്ഞെടുത്ത ദൈവവിളി അതൊരു സന്യാസ പൗരോഹിത ജീവിതമായിക്കൊള്ളട്ടെ. ചിലപ്പോൾ ഉൾക്കൊള്ളാനാകാത്ത മോശം അനുഭവങ്ങൾ അവിടെയും ഉണ്ടാകാം. ദൈവം അനാദിയിൽ എനിക്ക് വേണ്ടി കരുതി വെച്ച പങ്കാളി എന്ന പ്രതീക്ഷയോട് ആരംഭിച്ച വൈവാഹിക ജീവിതത്തിലും പൊരുത്തക്കേടുണ്ടാകുമെന്നേ. അതെ, നമ്മൾ ശുഭകരമെന്ന് കരുതുന്ന ഇടങ്ങളിലും അശുഭകരമായത് സംഭവിച്ചേക്കാം. വാഗ്ദത്ത ഭൂമിയിലും ക്ഷാമമുണ്ടാകുമെന്നേ. ദെർ ഇസ് എ ഫാമിൻ ഇൻ ദ പ്രോമിസ്ഡ് ലാൻഡ്. സഹനത്തിൻ്റെ ഈ ക്ഷാമകാലം വരുമ്പോൾ നമ്മളൊരു സത്യം ഉൾക്കൊള്ളണം. ഇറ്റ് ഇസ് എ ടെസ്റ്റ്, ഇറ്റ് ഇസ് നോട്ട് എ ജഡ്ജ്മെൻറ്റ്. സഹനം ദൈവത്തിൻ്റെ പരീക്ഷയാണ്, ന്യായവിധിയല്ല. നമ്മൾ ദൈവത്തെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവിടുന്ന് പരീക്ഷിച്ചറിയുന്ന നിമിഷമാണത്. അതെ, നല്ലത് മാത്രം നൽകുന്ന സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെങ്കിൽ അത് ബൈബിളിലെ ദൈവമല്ലെന്നേ. നിൻ്റെ ജോലി നഷ്ടപ്പെടുമ്പോൾ, കടക്കണി വരുമ്പോൾ, പങ്കാളി പിരിയുമ്പോൾ, മാരകരോഗം വരുമ്പോൾ, മക്കൾ അരുതാത്ത വഴികളിലൂടെ പോകുമ്പോൾ നമ്മൾ ആ ദൈവത്തെ സ്നേഹിക്കണം, ആശ്രയിക്കണം. എല്ലാം എളുപ്പമായിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ ആശ്രയിക്കുക? ചിലപ്പോൾ ആശ്രയിക്കില്ല, പ്രാർത്ഥിക്കില്ല, വളരെ പെട്ടെന്ന് അകന്നു പോകാനും ഇടയുണ്ട്. കഷ്ടത അതുകൊണ്ടൊരു മോശം കാലമല്ലെന്നേ. അത് ദൈവത്തിൻ്റെ പരീക്ഷണഘട്ടമാണ്. നല്ല കാലത്തല്ല, കഷ്ടകാലത്താണ് ഒരുവൻ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ നിറമിഴികളോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. ആകയാൽ ഈ കഷ്ടകാലത്തും മോശം സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ദൃഢവിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. ആമേൻ.